ഇന്ന് ഞാനൊരു ബുക്ക് പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്ട്രൈപ്സ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ എൻഡ്സ് കട്ട് ചെയ്തപ്പം ഇതുപോലെ കുറേ ഫാബ്രിക് പീസസ് ബാക്കി വന്നിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് കളയണ്ട, ചെറിയൊരു സ്ക്രാപ്പ് ഫാബ്രിക് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ലോങ് സ്ട്രിപ്പുകൾ എടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് ചെറിയ സൈസിലേക്ക് ആക്കി എടുത്തു കേട്ടോ. നമുക്കത് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം, നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിൽ. എന്നിട്ട് ഇതുപോലൊരു ഹുക്ക് എടുത്തിട്ട്, ഇത് ഇങ്ങനത്തെ ഹുക്കാവണമെന്നില്ല, നമ്മുടെ കീ ചെയിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹുക്കായാലും മതി. അതിനകത്ത് കൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യാം. അത് ലെങ്ത്തൊക്കെ ഒന്ന് പ്രോപ്പറാക്കിയിട്ട് ഒരു നൂലെടുത്ത് അതിൻ്റെ ചുറ്റും ഒന്ന് നന്നായി റൗണ്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ നെക്ക് പോർഷനിൽ. അതിനുശേഷം നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നോട്ട് ഇടുമ്പോൾ നമ്മൾ അഴിഞ്ഞു പോകാത്തൊരു നോട്ട് ഇടാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സെക്യൂർ ആവും കേട്ടോ. അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരു കീ ചെയിനായി. ഇത് നമ്മുടെ ബാഗിൻ്റെയൊക്കെ സൈഡിൽ തൂക്കിയിട്ടാൽ ഭയങ്കര രസമാണ്. മാത്രമല്ല ഒരു പെട്ടെന്ന് ഉണ്ടാക്കി ഒരാൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ഫാബ്രിക് മതി, അത് ഇതുപോലെ മൾട്ടിപ്പിൾ കളർ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്ത് ഫാബ്രിക്കാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുത്തോ കുറച്ച് പേൾസൊക്കെ ഭംഗിയുള്ള പല ടൈപ്പ് മുത്തുകൾ കിട്ടുമല്ലോ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാഗിൻ്റെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ, ഒരു ബൊഹീമിയൻ സ്റ്റൈലൊക്കെ വരും.